മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ സ്ഥാനമേറ്റു. തിരൂർ ലയൺസ് ക്ലബിന്റെ 59ാമത് സ്ഥാനാരോഹണ ചടങ്ങ് ഇന്നലെ ലയൺസ് ഹാളിൽ വെച്ച് പ്രൗഢഗംഭീരമായി നടന്നു. തിരൂരിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികളും വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KM അനിൽകുമാർ പുതിയ ഭാരവാഹികൾക്ക് സ്ഥാനാരോഹണം നടത്തി. ലയൺ പ്രദീപ് അമ്പായത്തിൽ പ്രസിഡന്റായും ലയൺ ബഷീർ മുല്ലശ്ശേരി സെക്രട്ടറിയായും ലയൺ PT ജയദേവൻ ട്രഷററായും സ്ഥാനമേറ്റു. പ്രസിഡന്റ് അടുത്ത വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സേവന വികസന പദ്ധതികൾ വിശദീകരിച്ചു. വിശിഷ്ട സേവനങ്ങൾക്ക് അംഗീകാരമായി കേരള അഗ്നിരക്ഷാ സേനയുടെ പരമോന്നത ബഹുമതിയായ ബാഡ്ജ് ഓഫ് ഹോണറിന് അർഹരായ തിരൂർ ഓഫീസിലെ ഗിരീഷൻ VP, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺരാജ് ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നിവരെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KPA റഹ്മാൻ ആദരിച്ചു. റീജിയൻ ചെയർമാൻ ലയൺ മനോജ് തുളുത്തിയിൽ, സോൺ ചെയർമാൻ ലയൺ ലജീഷ്, ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ഉണ്ണിനാരായണൻ, വൈസ് പ്രസിഡന്റ് ലയൺ ഷാനവാസ്, വൈസ് പ്രസിഡന്റ് ലയൺ സുരേഷ് അൽമനാറ, ജോയിന്റ് സെക്രട്ടറി ലയൺ ഷബീബ് അസോസിയേറ്റ്സ് എന്നിവരുടെയും മറ്റ് ബോർഡ് മെമ്പർമാരുടെയും സ്ഥാനാരോഹണം നടന്നു. രൂപം കൊണ്ടത് മുതൽ അത് രൂപം കൊള്ളുന്ന എൻ്റെ ശൈശവാവസ്ഥയിൽ തന്നെ വല്ലാത്തൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ ഡിസ്ട്രിക്ട് ഗവർണറായപ്പോൾ ബാബു ദിവാകരൻ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ, ലയൺ KP റഹ്മാൻ സെക്കൻഡ് PDG ആയി വന്നപ്പോൾ ഒരു പുതിയ ജില്ലയാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലർക്കും ഇതൊരു പേടി സ്വപ്നമായിരുന്നു. ഈ ഒരു ജില്ല നിലനിൽക്കുമോ, ഈ ജില്ല 1 വർഷം 2 വർഷം കൂടി തിരിച്ചു പോകേണ്ടി വരുമോ, തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ പാലക്കാടും കൂട്ടി വേറൊരു ബൈഫർക്കേഷൻ വന്ന് അങ്ങോട്ട് പോകേണ്ടി വരും എന്നൊക്കെയായിരുന്നു പലരുടെ സംശയം. പക്ഷേ മലപ്പുറം ജില്ലയുടെ ഒരു വൈബ് അത് വേറെയാണ്. ആദ്യത്തെ 60 ദിവസത്തിനകം തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല ലാൻഡ്സ് ഡിസ്ട്രിക്റ്റായി മലപ്പുറത്തിന് വേണ്ടി T1 മാറാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ മെമ്പർഷിപ്പ് ഗ്രോത്തിൽ 144% ഗ്രോത്തോടുകൂടി വേൾഡിൽ നമ്പർ 1 ആയി നമ്മൾ മാറി. നമ്മുടെ ക്ലബ് എക്സ്റ്റൻഷനിലേക്ക് കേരള മൾട്ടിപ്പിളും ഇസ്ലാമിയിൽ 114.6% ഗ്രോത്തോടുകൂടി ക്ലബ് എക്സ്റ്റൻഷൻ നമുക്ക് നേടാൻ സാധിച്ചു. LCF കോൺട്രിബ്യൂഷൻ 133% കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ 60 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് പൊസിഷനിൽ സാധിച്ചു. ആദ്യത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നമ്മൾ 100% റിപ്പോർട്ടിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് ചരിത്ര നാഴികകൾ നമ്മൾ ഈ ചരിത്രത്തിൻ്റെ സുവർണ പുസ്തകങ്ങളിൽ നമ്മൾ രേഖപ്പെടുത്തുകയുണ്ടായി. നിങ്ങളെല്ലാ അനുവാദത്തോടുകൂടി ഈ സ്നേഹത്തിൻ്റെ അധികാരത്തിൻ്റെ സിമ്പൽ ഞാൻ കൈമാറുകയാണ്. തിരൂർ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് പദവി എന്ന വലിയ ഉത്തരവാദിത്വം എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഏവർക്കും ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയുടെ ഭാഗമായി നമ്മുടെ നാടിനു വേണ്ടി സേവനം ചെയ്യാൻ ലഭിച്ച ഈ അവസരം ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. സേവനം ബി സർ എന്ന ലയൺസ് ക്ലബിന്റെ മഹത്തായ ലക്ഷ്യം മുൻനിർത്തി നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയോടെ ഈ വർഷം മികവുറ്റതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നല്ല തുടക്കം പകുതി വിജയമാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ജൂലൈ 1-ാം തീയതി മുതൽ നമ്മൾ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അന്നേ ദിവസം വിശപ്പില്ലാത്ത ലോകം എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ഹങ്കർ പ്രൊജക്ടിന്റെ ഭാഗമായി ആശ്രയ ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ ലയൺ വർഷത്തിന് തുടക്കമിടുന്നത്. മീഡിയ ന്യൂസ് തിരൂർ.